SIR-ൽ സുപ്രീം കോടതി വിധി ഇന്ന്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നിയമസാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും വിധി പറയുക. കഴിഞ്ഞ ജനുവരി 29-നാണ് സുപ്രീം കോടതി വാദം കേട്ട ശേഷം വിധി പറയാനായി ഹർജികൾ മാറ്റിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ SIR ഭരണഘടനാ വിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതി എപ്പോഴാണ് വിധി പറയുക ഹർജികളിൽ? ബൽറാം, വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, പ്രവിത. രാജ്യം ഉറ്റുനോക്കിയ ഒരു കേസിലാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറയുന്നത്. SIR-ന്റെ നിയമസാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുക. രാവിലെ 11 മണിയോടെ തന്നെ ഈ വിധി പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. കഴിഞ്ഞ ജനുവരി 29-നാണ് സുപ്രീം കോടതി ഈ കേസിൽ വാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റിവെച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ SIR ഭരണഘടനാ വിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് SIR നടപ്പിലാക്കാൻ അധികാരമുണ്ടോ എന്നാണ് പ്രധാനമായും ഈ ഒരു കേസിൽ പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും സുപ്രീം കോടതി വിധി പറയുക. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്, മൗവ മൊയ്ത്ര, KC വേണുഗോപാൽ അടക്കമുള്ളവരാണ് ഈ കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. SIR-ന്റെ നിയമസാധുത തന്നെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് സുപ്രീം കോടതിയിൽ നിന്നും നിർണായക വിധി ഇന്ന് വരാൻ പോകുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. SIR നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായ സമയത്താണ് സുപ്രീം കോടതിയുടെ വിധി ഇന്ന് വരാൻ പോകുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് സുപ്രീം കോടതി വിധി പറയുക. പ്രധാനമായും SIR തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാനാകുമോ എന്നതാണ് സുപ്രീം കോടതി നോക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.